പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ല അജു എഴുതണം. ആൾക്കാർ സരിതയാന്ന് വിചാരിക്കുന്നു. ജിജ്ഞാസാകുലരായിട്ടാണ് ഞങ്ങളും പോകുന്നത്. ഇതാണ് പ്രസിദ്ധമായ 6 സഹോദരങ്ങളുടെ വീടുള്ള ഗേറ്റ്. എങ്കിൽ അതിങ്ങ് തന്നേക്കും. കണ്ണ് കെട്ടിയിട്ട് ഒരു മലയാളം ഫിലിം സോങ്ങും ഇത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡാണ് 2025. ചക്കിയല്ലേ ഇത് പൊന്ന മൈക്ക് ചോദിച്ചാൽ അലമ്പുണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അതെ, നമ്മുടെ വീടിന്റെ പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വന്ന് നേരെ എൻ്റെ മുഖത്ത് കൊണ്ടെന്ന് എന്തിനാ നീ കരുതി കൂട്ടി കൊണ്ടെന്താന്ന് എനിക്ക് മനസ്സിലായി. ഇന്നാളൊരു സബ്സ്ക്രൈബർ വന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ല അജു എഴുതണ്ടേ, അങ്ങനെയാണെങ്കിൽ ആൾക്കാർ സരിതയാന്ന് വിചാരിക്കുന്നു, സരിതയെയാണ് ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സരിതയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതിയാലും മതിയെന്ന്. അതേസമയം നായയുണ്ട് സൂക്ഷിക്കുക എന്ന് അത്ര ശരിക്കും വേണ്ടത്. അങ്ങനെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞാലേ അത് അവിടുന്ന് ഒരു ബോർഡ് അവർ കൊണ്ടുവന്നു. പട്ടിയുണ്ട് സൂക്ഷിക്കുന്നു, നായുണ്ട് സൂക്ഷിക്കുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവർ ബോർഡ് തന്നു, ആ ബോർഡ് ഇവിടെ കൊളത്തിട്ടു. അത് നായാണ് പട്ടിയാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പോണതും ഇവിടെ അയലോക്കത്ത് മനുഷ്യനായിരിക്കും ഈ കാര്യത്തിന് കേട്ടോ. നമ്മുടെ ഈ കുമ്പിളി അമ്പലല്ലേ, അമ്പലം തൊട്ടടുത്തേ പോണം. അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കാന്ന് വെച്ചു. ഒരു പ്രതിഭയായ ഒരു കൊച്ചു കലാകാരനോ കലാകാരിയോ മിടുക്കിയോ അറിയില്ല സത്യം പറഞ്ഞാൽ. ജിജ്ഞാസാകുലരായിട്ടാണ് ഞങ്ങളും പോകുന്നത്. എന്തൊരു സംഭവം എന്നറിയില്ല. അവർ പറഞ്ഞു വിളിച്ചാൽ അല്ല വരികയാണെങ്കിൽ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചേക്കണത്. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് നോക്കട്ടെ. അതെ, ബംഗാളികൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അവരെ മണം പണിസ്ഥലത്തെ. അതെ, അന്ന് നമ്മൾ വരുന്നില്ലേ ചേട്ടപ്പന്നെ ബിരിയാണി കഴിച്ചതിൻ്റെ മണ്ണാണ് ചേട്ടന് വരുന്നത്. അതെ, നമ്മൾ ഇവിടേക്ക് ഈ അന്ന് അധോലോകത്തിൻ്റെ മീറ്റിംഗ് നടന്നല്ലോ. അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുതിയ കുറച്ച് വീടുകൾ പണിതിട്ടുണ്ട്. അവർ ബോംബെയിലുള്ളവരാ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു വിരുന്നാരുണ്ട്, അല്ല ഇങ്ങനെ മീറ്റിംഗ്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവരെയും കാണും. ഓക്കെ, ബോംബെയിൽ അവർ അടുത്ത ഈ 7-ാം തീയതി പോവും. ഒരു ഫാമിലി കുറേ കുട്ടികൾ, ഒരു 5-4 കുട്ടികളും ഇവരൊക്കെയായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് അവരെ അന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് കയറ്റാൻ പറ്റാത്തത് ഭയങ്കര വിഷമായി. അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. എന്തൊരു ചെയ്യാൻ പോകണം? ഇപ്പോൾ അവരുടെ വീടിൻ്റെ അവിടേക്ക് പോകണം. നേരെ അവരുടെ വീട്ടിലേക്ക്, അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ല. അപ്പം അങ്ങനെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ താമരശ്ശേരി ഗേറ്റ് കടന്നു. ഇതാണ് പ്രസിദ്ധമായ 6 സഹോദരങ്ങളുടെ വീടുള്ള ഗേറ്റ്. അപ്പോൾ നമ്മുടെ തോട്ടിലത്തെ വെള്ളം താന്നു. ഇവിടുത്തെ നമ്മള് SRKയിൽ പോകുമ്പോൾ അവിടെ മേജോനെ കാണാറില്ലേ ജ്വല്ലറിയിൽ? ആ മേജോന്റെ വീട് ഇതായിരുന്നു വീട്. മേജോ സിജോ ലിൻഡപ്പൻ 3 പേരായിരുന്നു അവരുണ്ടായിരുന്നു. അവരെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ അതുപോലെ ചേട്ടനെ സ്വാധീനിച്ച വീട് എന്ന് പറഞ്ഞിട്ട്, അതായത് എല്ലാ നാട്ടിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായത്തിന് വേണ്ടിയിട്ട് പണ്ട് ഓടി വരാൻ പറ്റുന്നൊരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള അതാണ് കൊല്ലറമ്പിൻ്റെ വീട്. അവിടെ ബാലൻ ചേട്ടനുണ്ട്, ഗീത ചേച്ചി ഉണ്ട് അവിടെ. ആ വീട്. പിന്നെ ഈ വീട് രവിയേട്ടൻ്റെ വീട്. രവിയേട്ടൻ പിന്നെ കുറച്ചാൾ മരിച്ചു പോയില്ലോ, 2 കൊല്ലം മുമ്പ്. രവിയേട്ടൻ്റെ ഒക്കെ കഥ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ല മറ്റെന്തിട്ടാണ് അച്ചപ്പം ഇങ്ങനെ കൂട്ടി അതൊക്കെ പറഞ്ഞിട്ടുള്ള രവിയേട്ടൻ്റെ വീടാണ്. ഇത് ജോസാൻ്റെ വീട്. ആൾക്ക് പോർക്കിറച്ചി സൈക്കിൾ കൊണ്ട് പോയി വിൽക്കണ തൊഴിലായിരുന്ന ആൾ മരിച്ചുപോയി, ജോസേട്ടൻ. ഇത് ജർമ്മനിയുള്ള ഒരു അമ്മാമ്മേരെ വീടാണ്. ഇവര് ഈ വീട് പണിതുകൊണ്ട് ഇങ്ങനെ ഓരോ നടക്കടക്കി ഊരി മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കാവുന്ന വിധത്തിലുള്ള വീട്. അവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇവിടെ നിന്നാണോ വന്നത് അവര് കാണാൻ? അതാ വീടാണ് കൊണ്ടുവന്നത്, ബോംബെന്ന് വന്നിട്ടുള്ളത്. ഇതാ വീട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. ഇപ്പളാ അവിടെ പോയിട്ട് പോരെ? അതെ, തിരിച്ചു വരുമ്പോ. അപ്പൊ നമ്മൾ പോകുന്ന വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്, ഇതാണ് വീട്. ഈ വീടാണ് കേട്ടാ. ഇത് പണ്ടത്തെ ഇവരുടെ ഒരു മെയ്യും മനസ്സൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ബിജു, നമ്മുടെ കൂട്ടുകാരന്റെ വീടായിരുന്നു. അവൻ പിന്നെ വിറ്റുപോയി. ഇവിടെ നമ്മൾ കളിച്ച് എൻ്റെ അമ്മയെ ഇവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ നമ്മളൊരു പ്രത്യേക ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നിറച്ച് ബഫലോ ഗ്രാസ് വെച്ചതായിരുന്നു കേട്ടോ, എല്ലാം പോയി. ആ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരം നല്ല ഭംഗിയുണ്ടാവില്ല ഇവിടെ. വൈകുന്നേരം എന്താ പകല് ഭംഗിയില്ലേ?
അല്ല വൈകുന്നേരം കൂടുതൽ ഭംഗി ഉണ്ടാവുന്നതാണ് നമ്മൾ വൈകുന്നേരം നല്ല ഭംഗി ഉണ്ടാവുന്ന പകല് ഭംഗിയുണ്ട് വൈകുന്നേരം ഭംഗി ഉണ്ടാവും പറഞ്ഞു. നമ്മള് ഇവിടെ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് 2 കൊല്ലം മുന്നേ കിടാൻ തോന്നുന്നു. ഇവിടുത്തെ ഉണ്ണീരെ പേരിടല് നമ്മളെ ക്ഷണിച്ചിട്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇവർ എപ്പോഴേ തന്നെ. ഇവർ ഈ വീട് വാങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഇവർക്ക് അറിയായിരുന്നു. എന്നിട്ട് ക്ഷണിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു അവർ. അപ്പം ഇതാണ് ആ വീട്. ഇതാരത്? ഓടിപ്പോണ്ടില്ല, അടുത്ത ആള് വരുന്നുണ്ടല്ലോ. നമസ്കാരം. ഞങ്ങൾ പേരിടലിന് വന്നിട്ടുള്ളത് ആരുടെ ആയിരുന്നു? ഞങ്ങള് അവനാണോ ഇന്നത്തെ താരം? അതെ, അത് ശരി. ഹലോ, ഹായ്. ആള് തന്നു ഹായ്. പേരെന്താ? വേദു. മോന്റെ പേരോ? ദേവ്. ഇതാണ് മൈക്ക്. സംസാരിക്കുന്ന കൂടെ ശബ്ദം വരും. ഹലോ ഹലോ എന്ന് പറഞ്ഞേ. വയലിൻ വായിക്കോ? വയലിൻ വായിക്കോ? നോണ പറയരുത്. ചേട്ടൻ പറഞ്ഞല്ലോ വയലിനല്ല, ചട്യം. അപ്പോ അവൻ പറഞ്ഞല്ലോ, ചേട്ടൻ പറഞ്ഞല്ലോ കീബോർഡ് വായിക്കോ? കീബോർഡാ വായിക്കാന്ന്, വയലിനല്ലാന്ന് പറയണ ചേട്ടൻ. എന്നിട്ട് വായിക്കുക വേദു? കീബോർഡാ വായിക്കുക? ആ, വയലിൻ വായിക്കുന്നത് ചേട്ടൻ അല്ലേ? പിന്നെ വേറെന്താ വായിക്കുക? വേറൊന്നും വായിക്കില്ലേ? എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു പറയും. വേറെ ഒന്നുമില്ലേ? കുറുമ്പനാണോ? ഇതാര മൂക്കുമ്പോ മാന്തിയേ? അതെ, എങ്ങനെ ചാടിപ്പോ മാന്തിയതാ? കിളിയുണ്ടാ? കിളിയാണോ മാന്തിയ മൂക്കുമ്മേ? അതെ, കണ്ട ഇവര് 2 പേരെയാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതിന്റെ താരം ഇവനാണ്. ഹലോ, കേക്കണ്ട? അയ്യോ, മൈക്കൂരെടുത്ത് അപ്പളേക്കും ജാഗ്രത. എന്തൊരു ചെയ്യാ? പോയില്ലേ? കണ്ണിൽ കൊണ്ടുവന്ന അത് കയ്യിൽ വന്നപ്പോ പേടിച്ചു. എന്തൊരു ചെയ്യാ? ഇതോടെ ഒട്ടിച്ചു വെച്ചത്, ഒട്ടിച്ചു വെച്ച സാധനമായിരുന്നു. അപ്പോ നമ്മള്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല ഇവിടെ കുട്ടിക്ക് എന്തോ കഴിവുണ്ട് എന്ന് അറിയായിരുന്നു. വേൾഡ് റെക്കോർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാം. പക്ഷെ അത് എന്താണ്, എന്തിനാണ് കഴിവ് എന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മൈക്ക് ഒട്ടിച്ചു വെച്ചു. ഷോ അതെ, കണ്ടാ? ഏയ്, ഡോണ്ട് ടച്ച്. 2 പേരും ഭയങ്കര സ്മാർട്ടാണ്. പേര് പറഞ്ഞേ? ജയകൃഷ്ണൻ. ദേവ് കൃഷ്ണ. ആ, ദേവ് കൃഷ്ണ എന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ പേര്. ഇപ്പൊ 4 വയസ്സോ? 4 വയസ്സായിട്ടാ. UKG LKG ഇപ്പൊ ചേർത്തിട്ടുള്ളൂ. ഫോണുണ്ട് അവിടെ, ഫോണുണ്ട് അതിൻ്റെ ഉള്ളില്. ആ, ഇഷ്ടായ? ഇതില് വീടിന്റെ താക്കോലാ? വേണോ നിനക്ക് താക്കോല്? വീക്ക്നെസ്സാ, എല്ലാം കിണറിന്റെ ഉള്ളിലാ. ഇതാണ് താക്കോല് വീടിന്റെ. അതെ, എങ്കിൽ അതിങ്ങ് തന്നേക്കൂ, റിസ്ക് എടുക്കണ്ട. SUV-ന്റെ താക്കോല് ഞങ്ങള് വീടിന്റെ പുറത്തായി പോകും. വീട് പിന്നെ പൊളിച്ച് കിടക്കേണ്ടി വരും അകത്തേക്ക്. നീ ഞങ്ങളുടെ കൂടെ വന്നോട്ടാ അവിടേക്ക്. വരുമോ? അവിടെ കുറേ അല്ല, ഇവിടെ ഉണ്ടല്ലോ സ്ഥലമല്ലേ എവിടെ വിളിക്കാൻ. അപ്പോൾ ഇവര് നമ്മുടെ ദേവകൃഷ്ണയുടെ കഴിവ് എന്താണെന്ന് പറയണ്ടേ? അത് ദേവകൃഷ്ണയുടെ അമ്മ തന്നെ പറഞ്ഞുതരും. പറഞ്ഞോ. നമസ്കാരം. ദേവകൃഷ്ണ, അവനിപ്പം 4 വയസ്സാണ്. അവനിപ്പം റീസെൻ്റ്ലി 5 റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പിന്നെ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അബ്ദുൽ കലാം അവാർഡ്, ഇന്ത്യ ഐക്കൺ അവാർഡ് 2025. ഇത്രയും റെക്കോർഡ്സാണ് ഇവൻ ഈ 4 വയസ്സിൽ നേടിയെടുത്തിട്ടുള്ളത്. സമ്മാനങ്ങൾ കാണിക്കാം. അവൻ കീബോർഡ് പ്ലെയർ ആണ്. ആക്ച്വലി അവന് കിട്ടിയിരിക്കുന്നത്, അവൻ 35 മിനിറ്റ്സും 32 സെക്കൻഡ്സും കണ്ണ് കെട്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മലയാളം ഫിലിം സോങ്ങും 11 ഇംഗ്ലീഷ് റൈംസും കീബോർഡിൽ പ്ലേ ചെയ്തിട്ടാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ മൾട്ടി ടാലൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിലും കൂടെ അവാർഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അവന് ഇപ്പം
കുറേ GK ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ പേരുകൾ പറയും, കേരള ഡിസ്ട്രിക്ട്സ് പറയും, കോണ്ടിനെന്റ്സ് പറയും, നാഷണൽ സിംബൽസ് പറയും, 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ്സ് പറയും. അതൊക്കെ ഈ 4 വയസ്സിൽ ഇത്രയും സംഭവങ്ങൾ ചെയ്തതിനാണ് അവന്റെ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജൂൺ 15 ജയ്പൂർ വെച്ചാണ് ഫംഗ്ഷൻ, രാജസ്ഥാനിൽ. അപ്പൊ അത് റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ടിക്കറ്റ് ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോകാനായിട്ട്. ജൂൺ 15 ജയ്പൂർ വെച്ചിട്ട്. ഇതൊക്കെ ദേവിന്റെ പ്രൈസസ് ആണ്. ഇതിൽ കുറെ സ്കൂളില് പ്ലേ ഗ്രൂപ്പില് നഴ്സറിയിൽ പോയപ്പോ ഉള്ള പ്രൈസസ് ഉണ്ട്. പിന്നെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഉണ്ട്. ബാക്കിയുള്ള പ്രൈസസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇവന്റെ പേരിടലിന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടേക്ക് അവസാനമായിട്ട് വന്നത്. അപ്പൊ അവന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ കാണിക്കണോ അതോ അവന്റെ കഴിവാണോ, നമുക്ക് ഏതാണ് ആദ്യം? അതെ അതെ, ഞങ്ങളും വളരെ ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ആൾ കണ്ണ് കെട്ടിയിട്ട് ഇത് വായിക്കണേന്നുള്ളത്. അപ്പൊ ദേ നമ്മുടെ ദേവുട്ടൻ ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അതെ, എല്ലാം കൊണ്ടുവന്നു ഇരുന്നു. ഇനി ഇതേ കണ്ണ് കെട്ടാൻ പോവാണ്. അവൻ്റെ കണ്ണ് കെട്ടിയിട്ടാണ് അവൻ്റെ പ്രകടനം നമ്മൾ കാണാൻ പോണത്. കെട്ടിക്കും. എന്നാലും നമ്മള് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇവൻ കീബോർഡ് പഠിക്കുന്നുണ്ട് കേട്ടോ. അവന്റെ മാഷിന്റെ പേര് സ്റ്റൈൻ എന്നാണ്. മാഷ് ഇവിടെ തൃശ്ശൂർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യണേ. അപ്പം മാഷിനെ ഒത്തിരി ഇഷ്ടമാണ്. മാഷുമായിട്ടുള്ള ആ ഒരു ലിങ്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. മാഷ് ഒരു ദിവസം ക്ലാസ്സിന് വന്നില്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടം. വിളിക്കും, കരഞ്ഞോണ്ട് വിളിക്കും, മാഷ് വായോ വായോ എന്ന് പറഞ്ഞു. നല്ല അതുകൊണ്ട് നല്ല ഇഷ്ടമാണ് കുട്ടിക്ക് പഠിക്കാനായിട്ട്. ഇഷ്ടമാണ് അല്ലേ? റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ണിക്ക്? ഇല്ല, ഇത് കുറച്ച് കണ്ണെന്ന് വെച്ചാൽ കെട്ടണ്ടെന്നൊക്കെയാ. അല്ല, കെട്ടിക്കോ. കെട്ടിയിട്ട് 2 പാട്ട് വായിച്ചിട്ട് നമുക്ക് അയക്കാം. കാണണ്ടേ ഇതിന് കട്ടി കൂടുതലായതുകൊണ്ട് നീ കമ്മൽ ലൂസാക്കി തരാം. ചെറിയ വല്ല ടവല വല്ലതുണ്ടെങ്കിൽ അത് മതിയായിരുന്നു. ജസ്റ്റ് ഒന്നും ഇവിടെ വെച്ചാൽ മതി. അവനറിയാലോ റെക്കോർഡ് കിട്ടിയതല്ലേ, പിന്നെന്താണ്. എന്താ അതെ, ആരാ പറഞ്ഞേ? മാഷ്. റെഡ് ഇട്ടിട്ട് വായിക്കാനാണ് മാഷ് പറഞ്ഞിട്ടുള്ളതെന്ന്. മാഷിനെ ഭയങ്കര ഇഷ്ടല്ലേ ദേവുട്ടന്. പാട്ട് കേട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടൻ. പതുക്കെ കിട്ടണല്ലോ ദേവുട്ടാ. കാണിക്കുകയാണെങ്കിൽ നോക്ക്, മാഷ് കാണൂ കേട്ടോ ഇതൊക്കെ. മാഷ് പറയാ, എൻ്റെ സ്റ്റുഡന്റ് നോക്കിയേ എത്ര നല്ല കുട്ടിയായിട്ടാണ് ഒക്കെ ചെയ്യണേന്ന് പറയും വീഡിയോ കാണുമ്പോ. ഇവരെ അച്ഛൻ എവിടെ പോയി? ജസ്റ്റ് പുറത്തേക്ക് പോയതാ, വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ ഡോക്ടർ അല്ലേ? അതെ. അപ്പൊ തുടങ്ങാൻ പോവാണ്. പിന്നെ കണ്ണാന്തുമ്പി തൊട്ട് വായിച്ചോ കേട്ടോ. ജനഗണമനെ.
ABCD. കണ്ണ് കെട്ടിയിരുന്നല്ലോ. ചേട്ടനാണെങ്കിൽ ഉറങ്ങിപ്പോയി, ഞാൻ കാണണ്ടായിരുന്നു. അടുത്തതായി വേദുട്ടന്റെ പ്രകടനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് റെക്കോർഡൊന്നും കിട്ടിയിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അവനൊരെണ്ണം. വാ കളിച്ചോ 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 നിർത്തല്ലേ. കളിച്ചോ കളിച്ചോ, അടിപൊളി. വേദൂര് ട്രോഫി കിട്ടിയ ഈ ഡാൻസിനാണോ? ഇതേ കളിക്കണു. യെസ്. കളിച്ചോ കളിച്ചോ, നിർത്തരുത് നിർത്തരുത് നിർത്തരുത്, കളിക്ക്. അപ്പോൾ ദേവുട്ടന്റെ പ്രകടനം കണ്ടില്ലേ? ഇനി അവന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ ഓരോന്നായിട്ട് ദേ അമ്മ കാണിച്ചു തരും. ഇത് അവന് കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. ഇത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡാണ് 2025. മാസ്റ്റർ ദേവ് കൃഷ്ണ KB. അതിലെ വേർഡിങ്സ്: കൺഗ്രാറ്റുലേഷൻസ് ടു ദേവ് കൃഷ്ണ KB, 4 years old prodigy from Ollur, for his extraordinary talent as a blindfolded piano player and memory genius. ഈ പിയാനോ പ്ലേ ചെയ്തതിനും പിന്നെ കുറെ GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവൻ അതൊക്കെ ആൻസർ ചെയ്തു. അതിനുള്ള ഇതെന്നാ കിട്ടിയ? ആദ്യം കിട്ടിയത് നമുക്ക് ഒരു വേൾഡ് റെക്കോർഡാണ്. അതിന്റെ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇനി ജയ്പൂർ പോണത്. ഇനി അടുത്തത് ഇത് നമ്മുടെ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. ഇതും സെയിം തന്നെയാണ്. പിയാനോ പ്ലേയിങ്ങിനും നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അവരാണ് ജൂറി സെലക്ട് ചെയ്യാതെ. അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യ ഐക്കൺ അവാർഡ് 2025. അത് ഇന്ത്യ ഐക്കൺ അവാർഡിന്റെ തന്നെയാണ്. പിന്നെ ഇത് ഇന്ത്യ ഐക്കൺ അവാർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ആണോ? ആന്റീനെ വിളിച്ചില്ലല്ലോ കാണിച്ചു തരാൻ. വിളിച്ചാ? കേട്ടില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ടു പ്ലേ ദ ഇലക്ട്രോണിക് കീബോർഡ് ബ്ലൈൻഡ് ഫോൾഡഡ് ബൈ എ കിഡ്. ഈ കാറ്റഗറിയിലാണ് ദേവട്ടിന് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ID കാർഡ്, എംബ്ലം, പിന്നെ ഒരു പേന. ഇത് എനിക്ക് വന്നപ്പോ എന്നെ കാണിച്ചൊന്നുകൊണ്ട് കിട്ടിയ സമ്മാനം. ശരിക്കും അതാണ് അത് മെഡൽ. അതിന്റെ എല്ലാത്തിന്റെയും മെഡൽ ഉണ്ട്. ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡൽ. എല്ലാ അവാർഡ്സിനും മെഡൽ ഉണ്ട് കേട്ടോ. കേട്ടാ. ഇനി ഇതാണ് ആ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇത് 2025 എഡിഷൻ ആണ്. ദേവിന്റെ പബ്ലിഷ് ചെയ്ത് വരിക 2026ലാണ്. അത് നമുക്ക് വൺസ് പബ്ലിഷ്ഡ് ആവുമ്പോൾ നമുക്ക് അവര് അയച്ചു തരും. ഇത് മുന്നേ കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഓരോ കാറ്റഗറീസ് ആണ്. ഇതുപോലെയാണ് വരിക. കിളിയും തേനീച്ചയും ഉണ്ടാ? തേനീച്ച അപകടമാണ് കേട്ടോ, കുത്തും. എഴുതാനറിയോ? ABCD എഴുതാറിയാലേ? വന്നപ്പോ തന്നെ വേദുട്ടൻ വന്നിട്ട് പറഞ്ഞാണ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അവർക്ക് മറ്റേ ഗ്ലാസ്സിൽ കൊടുക്കുന്നതായിരിക്കും. ചില്ല് ഗ്ലാസ് കൊടുക്കാൻ പറ്റില്ല അല്ലേ ചേട്ടാ? നാരങ്ങ വെള്ളം വേണ്ടേ? വെള്ളം ബൈക്കുണ്ട്. ഒരാട്ട കഴിച്ച നമ്മളെ ഇനി പോണത് ഇവരെ കൊണ്ട് ചോദ്യോത്തരങ്ങൾ ചോദിക്കാൻ പോണേട്ടാ. ചെയ്യാം. അപ്പൊ ചേട്ടന് തൊട്ടപ്പുറത്തെ അമ്പലാണിത്, കുമ്പിളി അമ്പലം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഇവര് കളിക്കാൻ പോകും എപ്പോഴും അങ്ങോട്ട് പറമ്പിലേക്ക്, അമ്പലപ്പറമ്പിലേക്ക് കളിക്കാൻ പോകും എപ്പോഴും. അത് ശരി. അപ്പൊ ജോമിഷ എന്ന പേര്. ജോമിഷയുടെ വീട് നമ്മുടെ വയനാടാണ്, പനമരല്ലേ? അപ്പൊ ഇവിടെ ഈ കണ്ണന്റെ വീട് വിയ്യൂര്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 9 വർഷം. അപ്പോൾ എങ്ങനെയാ ഈ വയനാടും തൃശ്ശൂരായിട്ട് ഭയങ്കര ദൂരം ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഇവർ രണ്ടുപേരെ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്.
നമ്മൾ ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമുക്ക് ഓൾറെഡി ക്ലിനിക്ക് ഉണ്ടായിരുന്നു വിയ്യൂര് തന്നെ. എന്തൊട്ട് പറയണേ ഒന്നും മനസ്സിലാവണില്ല പറയണത്. സമയത്ത് അത് ക്ലോസ് ചെയ്തു. പിന്നെ ഇപ്പൊ ഇവർ രണ്ടുപേരും അയ്യോ പേദണ്ട് അവിടെ. ഇതുമ്പോ തൊടരുത്, മൈക്കുമ്പോ തൊടരുത്, മൈക്കുമ്പോ തൊടാൻ പാടില്ല. ഇതാണ് മൈക്ക്, അതാണ് മൈക്ക്, അതുമ്പോ തൊടാൻ പാടില്ല. ഇതാണ് നമ്മുടെ അമ്പലപ്പറമ്പ് കേട്ടാ. വീഴരുത് കേട്ടാ. ഇത് വലിയ ഒരു പഴയ ഏഴിലം പാല. ഷോ ആ മരത്തിനെ ഇപ്പൊ തള്ളി മറിച്ചിടോ. ഭയങ്കര ശക്തിമാന്മാരെ. ഇനി ദേവുട്ടന്റെ ജനറൽ നോളജിന്റെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇനി പറയാൻ പോണേട്ടാ. അപ്പൊ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെ അമ്മ പറയും. ഓക്കെ റെഡി? ഓക്കെ റെഡി. കോണ്ടിനെന്റ്സ്. ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ, വടക്കേ തെക്കേ അമേരിക്ക, യൂറോപ്പ്. നാഷണൽ ഫ്ലാഗ്, national anthem, national song, national motto, national calendar, national bird, peacock, national animal, tiger, national heritage animal, elephant, national aquatic animal, dolphin, national reptile, king cobra, national fruit, mango, national flower, lotus, national river, ganga, national tree, banana, national vegetable, pumpkin, national dish, khichdi, national airline, Air India, national sweet, jalebi, national game, hockey, national instrument, veena, national currency, Indian rupees, national drink, tea, national symbol, Ashoka Stambham, national language. language, Hindi. ഇനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറയൂ. ആന്ധ്രാപ്രദേശ്, അരുണാചൽപ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, അസം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇനി 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ്. ഫസ്റ്റ് വൺ ഏതാ? താജ്മഹൽ. സെക്കൻഡ് വൺ? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. തേർഡ് വൺ? മച്ചു പിച്ചു. ഫോർത്ത് വൺ? കൊലേഷ്യ. ഫിഫ്ത്ത് വൺ? ഫിഫ്ത്ത് വൺ പെട്ര. സിക്സ്ത് വൺ? ക്രാഷ് ടു റെഡീം സ്റ്റാച്ചു. സെവൻത്ത് വൺ? പെട്ര. ഒരെണ്ണം കൂടെ പറയാമായിരുന്നു. സെവൻത്ത് വൺ? പെട്ര. അത് കഴിഞ്ഞിട്ടുള്ളത്? സിക്സൻ ഇസ. വെരി ഗുഡ് വൺ. ഫാദർ ഓഫ് നേഷൻ ബാപ്പുജി. ഗാന്ധിജി. ബിഗ്ഗസ്റ്റ് ബേർഡ്? ഓസ്ട്രിച്ച്. സ്മോളസ്റ്റ് ബേർഡ്? ഹമ്മിങ് ബേർഡ്. ഓക്കെ. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇത് മാറ്റി വെച്ചിട്ട് പറഞ്ഞ ക്യാപിറ്റൽ. ഇത് ഷൂട്ട് ചെയ്യാ പൊന്നോ. ആനപ്പാപ്പാന്റെ വെടിയാന്ന്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏതാ? ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഡൽഹി. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഡൽഹി. സിലിക്കൺ വാലി. ബാംഗ്ലൂർ. ഓക്കെ. പ്രധാനമന്ത്രി? മോദിജി. അയ്യോ അതെടുക്കാൻ പാടില്ല എൻ്റെ അമ്മേ. ആൻറ്റിയോട് ചോദിക്കുക. അതായത് എന്താന്ന് ചോദിക്കേ, എടുക്കുകയല്ലോ ചെയ്യാ. വേദന എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ ടിവിയില്? ടി വി ഏത് ടി വി? അയ്യേ സ്കൂളിൽ പോയിന്ന് പറഞ്ഞ ആസ്റ്റാ കിഡ്സിലാ പോണേന്നൊക്കെ പറഞ്ഞ. ചക്ക ചക്ക കണ്ടാ? ചക്ക ചക്ക ഉണ്ടാ? ആനപ്പാപ്പാന്റെ വടിയാണ്. ചക്കയല്ലേ ഇത്? പൊന്ന ആനപ്പാപ്പാന്റെ വടി. ഇത് ചക്കയാണ്. ഇത് ചക്കയല്ലേ? ചെറുതേ ചക്കയല്ലേ? ആ ചക്ക. ചക്കിന് ആ ചക്കേ വെട്ടി ചക്ക വെട്ടി കൂട്ടാൻ വയ്ക്കാം നമുക്ക്. ചക്കിന് ചക്ക അപ്പൊ ഞങ്ങൾ പോട്ടെ. ഇനി പോട്ടെ. കോട്ടേന്ന് മൈക്ക് എടുത്തോ. ശരി. മൈക്ക് മിലിക്കാണ് ആളുടെ കണി. മൈക്ക് വേണമെന്ന്. അത് അതെ. പൊന്നാ. മൈക്ക് വേണാ? മൈക്ക് വേണാ? ഈ ചക്ക അവയ്ക്ക് മൈക്ക് വേണാ? ചക്ക വേറെ ചക്ക കൊണ്ടുവന്നു. ഇത് പഴച്ചക്ക. ഇത് മാങ്ങയല്ല, ഇത് തേങ്ങയല്ല, ഇത് ഒലക്കയുമല്ല.
ആരൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും അത് പിടിച്ച് കണ്ണി കുത്തും അതുവരെ ഉണ്ടാവും. കുട്ടി മൈക്ക് ചോദിച്ചാൽ അലമ്പുണ്ടാക്കണതിന്റെ ഇടയിലാണ് ചേട്ടന്റെ കോമഡി. അതെ, ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞില്ലേ, ഇവരെ മേക്കലാണ് ഏറ്റവും വലിയൊരു പണി. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിച്ച കഷ്ടപ്പാടില്ലേ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ ഒതുക്കി ഇവിടെ നിർത്താനുള്ള കഷ്ടപ്പാടില്ലേ, അതൊക്കെയാണ് ഇവിടുത്തെ രസം. അതിനാണ് ഇവൾക്ക് ജോമിഷിക്ക് അവാർഡ് കൊടുക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മീൻ പിടിക്കാൻ നമുക്ക് അവിടെ ഇമ്രാനുണ്ട്, ചാർലി ഉണ്ട്, 2 പേരുണ്ട് വീട്ടില്. ആണോ വീട്ടിലേക്കിണ്ടാ? ആ ഹലോ, ഇത് ശശിട്ടാ, നമ്മുടെ സുഹൃത്ത് ശശിയുടെ മോന്റെ കല്യാണമാണ് ഇന്നാള് കഴിഞ്ഞത്. എന്താണിത്? ഞങ്ങള് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാനേ അവരത് കേട്ടിട്ടുണ്ടായിരുന്നു, നോക്കാൻ ആ മരം മുറിക്കില്ല, അതെന്തൊരു മരാ? അതല്ല, കണ്ടില്ലേ വീട്? അതൊക്കെ മുറുക്കി, അവിടുത്തെ മരങ്ങളൊക്കെ മുറുക്കിയാണോ? കണ്ടില്ലേ? മേലേക്ക് വീണു. ആ ശരി, അന്ന് കാറ്റത്താ? കാറ്റത്ത്. പക്ഷെ ആര് വീണാലും ഉങ്ങ് വീഴില്ല. ആ ഉങ്ങണില്ല മരം, മരം വീഴില്ല. ചില്ല മാത്രം വീണല്ലേ? ഇവിടെ താമസം ഉണ്ടോ ഈ വീട്ടില്? ഇല്ല, അമ്പലത്തിന്റെ കാര്യം. ആ ശരി, ഇവരുടെ അമ്പലമാണിത്, ഇവരുടെ കുടുംബക്ഷേത്രമാണിത്, കുമ്പിളി അമ്പലം. ഈ അമ്പലം കണ്ടാ ചക്ക, കണ്ടാ നിറയെ ചക്കട, എവിടെ മുകളില് ചക്ക എവിടെ നോക്കിയാലും ചക്ക. എത്തില്ല അല്ലേ? ഇവരുടെ അച്ഛൻ ഇവര് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ അവർക്ക് മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ട് ഈസ്റ്റ് ഫോർട്ടിൽ. അപ്പോൾ അവിടെയാണ് ഇവരുടെ അച്ഛനുള്ളത്. ബൈജു എന്നാണ് പേര്. ആളെ എത്തുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്നു, പക്ഷെ ആൾക്ക് എത്താൻ പറ്റില്ല, അവിടെ നിന്ന് പോരാൻ പറ്റില്ല അത്ര. വേറെ വീഡിയോയിൽ ആളെ കാണിച്ചു തരുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെയല്ലേ. അതേ പോണു. നീ പാട്ട് പാടും. ഇവരവരെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് പോവാണ്. ടാറ്റാ, ബൈ ബൈ. സാധാരണ മൈക്ക് ചോദിച്ചാൽ അലമ്പുണ്ടാക്കുന്നു പിള്ളേരുടെ അതേ മൈക്ക് ചോദിച്ചിട്ട്. ഈ മൈക്കാണ് അവന് വേണ്ടത്. പാട്ട് പാടോ? പാട്ട് പാടോ? കേട്ടാ, ഇത് കുഞ്ഞി ചക്ക, കുഞ്ഞി ചക്ക കേട്ടാ. വാ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാ. അപ്പൊ മൈക്ക് തരാം. വേറെ കുറെ മൈക്കുകളുണ്ട്, ഒക്കെ തരാം. ആള് റെഡിയാണ് കേട്ടാ. അതെ, അമ്മില്ല പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. പിന്നെ വരാട്ടാ. ഇപ്പൊ വരാം, ഞങ്ങള് ചോറിനിട്ട് വരാം. വാ, നമുക്ക് ആ വീട് വരെ പോയിട്ട് വരാട്ടാ. ആ വീട്ടിലുള്ളവരാണ് അന്ന് വന്നല്ലേ? അന്ന് വിചാരിക്കുന്നു. ബെല്ലടിച്ച് നോക്കാം. ഈ വീടാണോ? ഈ വീടായിരിക്കില്ല, ഈ വീട്ടിൽ താമസമായിട്ടില്ല. വീട്ടിൽ താമസമായിട്ടില്ലെന്നാണ്. അപ്പൊ ഈ 2 വീടുകളിലെ ഏതോ ഒരു വീടാണ് ബോംബെയിലത്തെ വന്നിട്ടുള്ള ആ വീട്ടുകാര്. പക്ഷെ ഇവിടെ 2 വീട്ടിൽ അവിടെ ഒരു വീടും കൂടി ഉണ്ട് വേറെ പുതിയ പണി. അതല്ല അവര് പറഞ്ഞു ഇതിന്റെ നേരെയെന്ന് പറഞ്ഞു. ആണോ? ആ നേരെ ഈ വീടോ ആ വീടാണ്. പക്ഷെ 2 വീട്ടിലും ആളില്ല. അപ്പൊ ഞങ്ങള് നിരാശരായിട്ട് ഞങ്ങൾ മടങ്ങിയാണ് കേട്ടാ. അതെ, അവരന്ന് അവിടെ വന്നിട്ട് അവര് കയറാൻ പറ്റാണ്ട് അവര് പോയി. പക്ഷെ അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. അവര് ഗേറ്റിന്റെ അവിടെ വരെ വന്നുള്ളൂ അല്ലേ? ആ, അത് എല്ലാവരും അധോലോകത്തിന്റെ മീറ്റിംഗ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ വർത്താനം പറയാൻ സമയം കിട്ടിയില്ല. ഞാനിപ്പോ ഈ വർത്താനം പറഞ്ഞു. അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു മിടുക്കനും. അതെ, ഇത് സംഭവ ബഹുലമായിരുന്നു. ഇവരൊക്കെ പ്രതിഭകളാണ്. അതായത് കുറെ വർഷങ്ങൾ കഴിയുമ്പോ അങ്ങനെയുള്ള ആളുകളായിട്ട് മാറുമ്പോ ഇവര് ഈ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഇല്ലേ, അതൊക്കെ അവരന്ന് ആളുകൾ തപ്പി പിടിച്ചെടുക്കും. അതായത് നമ്മൾ പറയില്ലോ, നമ്മൾ പഴയ വീഡിയോകളൊക്കെ ഓരോരുത്തരെ പ്രതിഭകളുടെ ഇതൊക്കെ, തെണ്ടുൽക്കറെ ചെറുപ്പം മറ്റവരെ അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിച്ച ആളുകൾ പിടിക്കില്ലേ, ആ സമയത്ത് അവർ കിട്ടാൻ ഉണ്ടാവില്ല. ആ സമയത്ത് കുട്ടികള് അങ്ങനെ ഇരുന്നത്, ആ കുട്ടി അത് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് തന്നെ, അത് കഴിവ് തന്നെ. അവരെ അമ്മേനെയും ഇതാക്കണട്ടെ, ഇങ്ങനെ ആക്കി എടുക്കണത് ആ കുട്ടിയാണല്ലോ. ഞാൻ ഈ ചെറുപ്പകാലത്ത് ഇങ്ങനെ ജനറൽ നോളജിൽ ഭയങ്കര തലയായിരുന്നു. അന്ന് ഈ റെക്കോർഡും താങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിലും പറയുമായിരുന്നു എനിക്ക്. ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള എൻ്റെ മെയിൻ ഹോബി. എന്ത് കുഞ്ഞ തുണ്ട് കടലാസ് കിട്ടിയാലും ഞാൻ ഇത്തിരി വലുതപ്പോ അറിവ് കൂടി തുടങ്ങി ഭയങ്കരമായിട്ട്. ഈ ലോക കാര്യങ്ങളെ ജനറൽ നോളജിൽ ഭയങ്കരമായി.
ഇങ്ങനെ എല്ലാം ഏതൊരു കുഞ്ഞു 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 കാര്യങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഓഡീഷനിൽ അതന്നെ ഞാൻ പറയാൻ വരാം ഓഡീഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് നിർത്താം. ഞാൻ വീട്ടിൽ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കട്ടെ, സമയം 2:30. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ നന്ദി, നമസ്കാരം.